സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ജി മാനുവൽ സാറേ, ഡയറക്ടർ പ്രിയങ്കരനായ ഡോക്ടർ ജോർജ് ഈശ്വര, സ്വാഗത പറഞ്ഞ പ്രിയപ്പെട്ട ജോസിയേട്ട, പ്രിയപ്പെട്ട ടോമി സാറേ, ബഹുമാന്യനായ മുന്നേറ്റ അധ്യക്ഷ, ബഹുമാനപ്പെട്ട ജോയി അനിപ്പറമ്പിൽ, ബഹുമാന്യനായ അൻഷമ്മ, മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സാറേ, വേദിയിലും സദസ്യരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വലിയൊരു സംഗമമാണിത്. മണ്ണിനെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തെ ആദരിക്കുന്ന കർഷകരുടെ കൂടിവരവാണ്. നമ്മുടെ രാജ്യം തന്നെ അടിസ്ഥാനപരമായിട്ടൊരു കൃഷിഭൂമിയാണ്. 3 വശങ്ങളും വലിയ സമുദ്രങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യ എക്കാലവും ഒരു അഗ്രികൾച്ചറൽ മാർക്കറ്റ് ഹബ്ബായിട്ടാണല്ലോ അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ കാലത്തിന് മുമ്പ് തന്നെ ദേശരാജ്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനായിട്ട് കപ്പലുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നത്. അത് ഇന്ത്യക്കാര് അധ്വാനിച്ചതിനായതുകൊണ്ടാണ്. പ്രത്യേകിച്ച് ചെറിയ അംഗമായിട്ട് ന്യൂനപക്ഷമായിട്ടൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നസ്രാണികൾ വളരെ ഇൻഫ്ലുവൻഷ്യലായിരുന്നു. ഈ കാര്യത്തിൽ നല്ല കൃഷിക്കാരായിരുന്നു. ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ കയറി കാർഷിക ഉൽപ്പന്നങ്ങൾ പുറപ്പെടുവിക്കുവാൻ വളരെയേറെ താല്പര്യമുള്ള ആളുകളുമായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രൂപതയും ഇതുപോലുള്ള പ്രത്യേക ഊന്നലുകൾ കാർഷിക മേഖലയിൽ കൊടുക്കുന്നത്. അതിനെ കത്തോലിക്ക കോൺഗ്രസ് ശക്തമായ നേതൃത്വം നൽകുന്നുണ്ട്. ഈ കോൺഗ്രസ് ഒരു സമഗ്ര സ്വഭാവം കാണിക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ. എക്ലീസിലായിട്ട്, സമുദായ ശക്തീകരണമായിട്ട്, കാറ്റഗറ്റിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള മേഖലകളിൽ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, സാംസ്കാരിക മൂല്യങ്ങൾ നല്ലത് ക്രിയേറ്റ് ചെയ്യാനും ഉള്ളത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുമുള്ള പരിശ്രമങ്ങൾ നടത്തുന്നത്, അനുകാലിക വിഷയങ്ങൾ പഠിക്കുന്നത്, ഇങ്ങനെ നിരവധിയായ കാര്യങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് എന്നും മുൻപന്തിയിലാണ്. സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളും പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ഉണ്ടാകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരമായിട്ട്, ഒരു ആൻസറായിട്ട് പല കത്തോലിക്ക കോൺഗ്രസ് അവിടെയൊക്കെ ഉണ്ട്. അത് വലിയ ശക്തിയാണ്, സുവിശേഷത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് വിസ്മയം തോന്നത്തക്ക രീതിയിൽ എന്ത് കാര്യം വന്നാലും നമ്മളെല്ലാവരും ഈ സ്റ്റേജ് പങ്കിടുന്ന ചെന്മാരും വിജി സാറും വട്ടുകുളം സാറും ഇവരെല്ലാം അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് അതിനെല്ലാം ഉത്തരം കൊടുക്കുക, കാര്യങ്ങൾ പഠിക്കുക എന്ന രീതിയിൽ ഇടപെടുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സഭയുടെ ഒരു സമഗ്രമായ മുഖം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ ഇടപെടാനും സാധിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം കൊണ്ടാണ് നിങ്ങൾ പണം മുടക്കി നല്ല സപ്ലിമെൻ്റ് അടുക്കളത്തോട്ടത്തെക്കുറിച്ച് പത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വളരെ സമ്പന്നമായ ഒരു പഠനവും പങ്കുവയ്ക്കലുമാണ് അതിലുള്ളത്. 2 ആശയങ്ങൾ ഞാറക്കുന്നതിന് എഴുതിയ ലേഖനത്തിൽ ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്.
എച്ച്.എം. ബീച്ചറിൻ്റെ കർഷകന്റെ പ്രവർത്തനങ്ങളെ അവജ്ഞയോടെ നോക്കുന്നവൻ മനുഷ്യൻ എന്ന പേരിന് പോലും യോഗ്യനല്ല. ഗാന്ധിജി അത് മറുവശമാണ് പറയുന്നത്, മാനുവൽ സാർ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളെ നമ്മൾ എങ്ങനെ കാണണം, ഏത് ലെൻസിലൂടെ നോക്കണം എന്ന് പഠിപ്പിക്കുന്ന വാക്കുകളാണല്ലോ ഇത്. മറ്റൊന്ന് ഡാനിയൽ വെബ്സ്റ്ററിൻ്റെ കർഷകർ സംസ്കാരത്തിൻ്റെയും പുരോഗതിയുടെയും സ്ഥാപകരാണ്. ഈ രാജ്യം സുഭദ്രമായ ഒരു രാജ്യമായിട്ട് കണ്ട് വിദേശികൾ വന്നത് പ്രധാനമായിട്ടും നമ്മുടെ കർഷകരെ കൊണ്ടായിരുന്നു. ആയിരക്കണക്കിന് തോട്ടങ്ങൾ നമ്മുടെ കിഴക്കൻ പ്രദേശത്ത് തോട്ട ഉടമകളായ നമ്മുടെ മുസ്രാണികൾ വിദേശ സായിപ്പ്മാരെ ഏൽപ്പിച്ചാണ് അവിടെ തേയിലയും കാപ്പിക്കുരവും അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഉൽപ്പന്നങ്ങളുമൊക്കെ വിളയിക്കാൻ മനസ്സ് കാണിച്ചത്. അല്ലെങ്കിൽ അത് വലിയൊരു തയ്യാറെടുപ്പാണ്. നമ്മുടെ മണ്ണ് കാണിച്ചു കൊടുത്ത് സായിപ്പ്മാരെ ആയിരക്കണക്കിന് തോട്ടങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ തേയിലത്തോട്ടം ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കാപ്പി ഫാം നിങ്ങൾ വികസിപ്പിക്കുക എന്നത്. അങ്ങനെ അവർ മധ്യനൂറ്റാണ്ട് മുതൽ ഈശോയുടെ ആ കാലഘട്ടത്തിലൊക്കെ നിരന്തരമായിട്ട് യൂറോപ്പിൽ നിന്നൊക്കെ അലക്സാണ്ട്രിയയിൽ നിന്ന് കപ്പലുകൾ വരുമ്പോൾ അവർ പറഞ്ഞിരുന്നത് എന്താണ്? ഇവിടെ കുരുമുളകിനെ കുറിച്ചായിരുന്നു. ഇവിടെ ഇന്ത്യയിൽ കേരളത്തിൽ വരുമ്പോൾ ഒരു എരിവുണ്ട് ഈ കുരുമുളകിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണ്. ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇവിടെ വരുന്നത് യൂറോപ്യൻസായ ഞങ്ങൾക്ക് ഈ എരിവ് ആവശ്യമാണ്. ഇത് ഞങ്ങൾക്കൊരു ഉണർവ് നൽകുന്നുണ്ട്. ഇത് ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ ഉപകാരപ്പെടുന്നു. ഈ എരിവിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വരുന്നതെന്നാണ്. ഈ കുരുമുളകിൻ്റെ ആ ക്വാളിറ്റി വളരെ കീർത്തി കേട്ട റോമൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രാധാന്യം നമുക്കൊന്നുകൂടെ ഹൃദയത്തിൽ ഉണ്ടാകും. അടുക്കളത്തോട്ടം ഞാൻ കരുതുന്നത് ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വാതിൽ കോൺഗ്രസിന് തുണിക്കാൻ കോൺഗ്രസ് തുറന്നിടുകയാണ്. ഇത് അടച്ചുപൂട്ടി പെട്ടെന്ന് നിർത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അടയ്ക്കാൻ പറ്റില്ലാത്തൊരു വാതിൽ തുറന്നു കഴിഞ്ഞു അടുക്കളത്തോട്ടം എന്ന ആ ഒരു കാര്യത്തിലുണ്ട്. അവിടെ കുടുംബാംഗങ്ങളുടെ ബലപ്പെടുത്തലുണ്ട്, കുടുംബങ്ങൾ തമ്മിലുള്ള കൂടുതൽ കണ്ടുമുട്ടലുണ്ട്, ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമുണ്ട്, വിഷമവേളകൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ വലിയൊരു കാഴ്ചപ്പാട് ഇത് നൽകിയിട്ടുണ്ട്. നല്ല കർഷകരായ അമ്മച്ചിമാർ അടുക്കളത്തോട്ടം എന്ന് പറയുമ്പോൾ കൂടുതലും അവരുമായിട്ടൂടെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അടുക്കളയിൽ നിന്ന് അവർ പുറത്തുവരികയാണ്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ നല്ല കർഷകരായിരുന്നു. പാടം ഇല്ലാത്തവർ കടം പോലെ നെല്ല് കൃഷിക്കും മറ്റും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിമാർ തുമ്പായെടുത്ത് മണ്ണിൽ പടവരാണ്. അത്തരത്തിലൊരു വലിയ കായികാധ്വാനം കൂടെ നമ്മുടെ അമ്മമാർ നടത്തി മണ്ണിനെ സംരക്ഷിച്ച ആളുകളാണ് നമ്മൾ തിരിച്ചറിയണം. ഒരു നസ്രാണിത്വം ഈ കാർഷിക വൃത്തിയിലുണ്ട്. നമ്മുടെ ഒരു അടിസ്ഥാന ഘടകം പോലെയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കൾ പൂർവികർ അവർ കാണിച്ചു തന്ന ഒരു ജീവിത ശൈലിയാണ് ഈ കാർഷിക മേഖല അല്ലെങ്കിൽ കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഞാൻ വിശ്വസിച്ച് ചെല്ലുമ്പോൾ യൂത്തിൻ്റെ മേഖല വരുമ്പോൾ വളരെ ഊന്നൽ കൊടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഈ മണ്ണിനെ മറക്കരുത്, പെൺകുട്ടികളോട് നമ്മുടെ അടുക്കള മറക്കരുത്, നല്ല പാചകം നിങ്ങൾ പഠിക്കണം, അതുപോലെ ആൺകുട്ടികളോട് ഈ മണ്ണിനെ സ്നേഹിച്ച് നല്ല വിളകൾ സമ്പാദിക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടായിരിക്കണം എന്ന്. കൃഷി ഒരു വലിയൊരു മൂല്യമാണ്. രാജ്യത്തിൻ്റെ ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നത് കർഷകരാണ്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടവരാണ് കർഷകരെന്ന് പറയാറുണ്ട്. കാർഷിക മേഖലകളിലെ പാളിച്ചകൾ നമ്മുടെ
കർഷകരെ അവഗണിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ശ്രേഷ്ഠാംശങ്ങളെ ഭരണഘടന ഉൾപ്പെടെ നമ്മൾ വിസ്മരിക്കുകയാണ്. അധ്വാനത്തിൻ്റെ സംസ്കാരം ഇവിടെ പറഞ്ഞതുപോലെ അത് നിലനിർത്തുന്നത് നമ്മുടെ കർഷകരാണ്. അലസരായിരിക്കരുത് എന്നുള്ള വലിയൊരു പാഠമാണ് ഈ അടുക്കളത്തോട്ടം തേച്ച് എല്ലാവർക്കും നൽകുന്നത്. കുട്ടികളെ കൃഷിയിടങ്ങളിൽ നിന്ന് അകറ്റരുത്. മാതാപിതാക്കൾ അക്കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. കാർഷിക മേഖലയിലേക്ക് ഒരു തിരിച്ചുവരവ് നമുക്കുണ്ടാകണം. ഒന്നുകൂടെ ഏറ്റവും വലിയ വിപ്ലവം കാർഷിക മേഖലയിലെ വിപ്ലവമാണ്. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു വിപ്ലവത്തിൻ്റെ സൂചനയാണ് ഈ അടുക്കളത്തോട്ടം എന്ന് ഞാൻ കരുതുകയാണ്. ഇന്ത്യയിലെ പൂർവ്വകാല അനീതി നമുക്കറിയാം. തീണ്ടലും തൊഴിലും അത് കാർഷിക മേഖലയിലേക്ക് ചിലപ്പോഴെല്ലാം തിരിച്ചു വന്നതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കൃഷിയെ വിലകെട്ട വൃത്തിയായിട്ട് കാണുകയും കർഷകരെ വില കുറഞ്ഞവരായിട്ട് കാണുകയും ചെയ്യുന്ന ആധ്യാത്മിക നിലവാരമില്ലാത്ത ഒരു കാഴ്ചപ്പാടാണ്. അവിടെയാണ് നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുന്നത്. ഭാരതത്തിൻ്റെ കുലീനത്വം പടിയിറങ്ങിപ്പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ നെൽപ്പാടങ്ങൾ രക്തധമനികൾ പോലെയാണ് എന്ന് കാർഷിക മേഖലയിലെ എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ രക്തധമനികൾ പോലെയാണ്. നമുക്ക് ജീവൻ നൽകണമെങ്കിൽ ആ സംവിധാനം വേണം. ജാതിത്തോട്ടങ്ങൾ ഐശ്വര്യത്തിൻ്റെ പ്രതീകങ്ങളാണ്. കമുകിൻ തോട്ടം വലിയ പ്രത്യാശയുടെ ഇടമാണ്. നമ്മുടെ മണ്ണ് തരിശാക്കി കളയുന്നത് വലിയ തെറ്റാണ്. നമുക്ക് ഇൻഫാമും കർഷക തലങ്ങളും ഫാർമേഴ്സ് ക്ലബും എല്ലാം ഉണ്ടെങ്കിലും ഈ അടുക്കള തോട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇതൊന്നും പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളല്ല. ഒന്ന് മറ്റൊന്നിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. അടുക്കളത്തോട്ടം വരുമ്പോൾ നമുക്ക് പയറ്, വഴുതന, തക്കാളി, മുളക്, ആവല്, പടവലം, വെള്ളരിക്ക, കുമ്പളം, മത്തൻ, ചൂരക്ക, വെണ്ട, കാബേജ്, കോളിഫ്ലവർ, കരിവേപ്പില തുടങ്ങിയ അനേകം കാര്യങ്ങളിലേക്ക് ഒരു ശരിക്കുള്ള ഒരു വർണ്ണശോഭയുള്ള പച്ചക്കറി സംസ്കാരം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൻ്റെ അല്പം കൂടെ ഇഷ്ടമായ കാര്യമാണ് കപ്പ, ചേന, കാച്ചിൽ, ചേമ്പ്, മധുരക്കിഴങ്ങ് തുടങ്ങിയവ. ഇഞ്ചി, കൂവ, മഞ്ഞൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ലോകം എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി തുടങ്ങുന്നത് തന്നെ. നമ്മുടെ പറമ്പുകളിൽ വാഴ, പേര, ചാമ്പ, പപ്പായ, മാവ്, പ്ലാവ്, പുളിമാവ്, സപ്പോട്ട, ഇലുമ്പി, അനിക്ക, കശുമാവ്, കടപ്ലാവ്, റംബൂട്ടാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ ഒരു സംസ്കാരങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് നമ്മൾ എന്തു പറഞ്ഞാലും അതൊക്കെ ചുമ്മാ വാക്കുകളിൽ മാത്രമുള്ള കാര്യമാണ്. അതുകൊണ്ട് അടുക്കള തോട്ടം കൃഷിക്ക് കൊടുക്കുന്ന ഒരു ഊന്നൽ അത് നിസ്സാരമല്ല. എല്ലാ മേഖലയിലും ഇത് സംസാര വിഷയമാകുന്നുണ്ട്. കോഴി, കാട, ആട്, മുയൽ, പശു, പന്നി, പോത്ത്, താറാവ്, ആത്ത, കഴുകം, ഗിനിക്കോഴി തുടങ്ങിയ കാര്യങ്ങളുമെല്ലാം ഇതിൻ്റെ ഒരു മറുവശമാണ്. അതുകൊണ്ട് അടുക്കള തോട്ടം എന്ന് പറയുന്നത് ഒരു ഇന്ധനമാണ്. ആ ഇന്ധനം കത്തി ജ്വലിക്കേണ്ടതുണ്ട്. ആ ജ്വലനമാണ് നമുക്ക് ഉണർവ് നൽകുന്നത്. പാലക്കാട് എന്ന് പറയുന്നതിൻ്റെ അല്ലെങ്കിൽ നസ്രാണികൾ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂട്ടീവായിട്ടുള്ള ഒരു ഘടകത്തിലേക്ക് നമ്മൾ എത്തുന്നത് അപ്പോഴാണ്. ആയുർവേദ ഔഷധ ചെടികളും നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഉണ്ട്.
അത് പനിക്കൂർക്ക, ചുമക്കൂർക്ക, ആടലോടകം, ചെത്തി, ഇതെല്ലാം നമ്മളൊക്കെ പിള്ളേരായിരുന്നപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നതില്ല. നമ്മൾ കണ്ടിട്ടുള്ള ലോകമതാണ്. ആ ലോകത്തെ ഒന്നുകൂടെ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു താക്കോലായിട്ടാണ് ഈ അടുക്കളത്തോട്ടത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ് മുമ്പോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർക്കും പെട്ടെന്ന് അടയ്ക്കാവുന്ന ഒരു വാതിലല്ല. ഇത് തുറന്ന് രൂപത മുഴുവനും ഇത് ഏറ്റെടുക്കണം. ഇത് അടുക്കള തോട്ട ക്ലസ്റ്ററുകൾ കൂടുതൽ ബലവത്തായ രീതിയിൽ ഇനി നമുക്ക് ഉണ്ടാകണം. അതിനുള്ള ഒരു ഊർജം നമ്മുടെ ഈ കൂടിവരവിനും നമ്മുടെ ഈ ഇതുപോലുള്ള പരിശ്രമങ്ങൾക്കുമെല്ലാം പിന്നിലുണ്ട് എന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. പലായുടെ സംസ്കാരം, പലായിൽ നല്ല കോക്കിമാരായിട്ടുള്ള കർഷകരായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന ചേട്ടന്മാരും അമ്മച്ചിമാരും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രൂപതയാണ് ഏറ്റവും കൂടുതൽ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും നോർത്ത് ഇന്ത്യയിലേക്ക് വിട്ടിട്ടുള്ളത്. ഇപ്പോഴും അവരുടെ പിതാക്കന്മാരൊക്കെ നമ്മുടെ രൂപതയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോൾ അവർ ഈ കൺസേൺഡ് സിസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ പോയി ഭക്ഷണമെല്ലാം കഴിച്ച് രാത്രി കിടക്കാനായിട്ടുള്ളതായിട്ട് പലപ്പോഴും വരും. അപ്പോഴൊക്കെ അവർ പറയാറുണ്ട്, ഈ പാലായിലെ വീടുകളിലെ ഭക്ഷണം അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് മറക്കാൻ പറ്റുക. ഞങ്ങൾ കൂടെ നോർത്ത് ഇന്ത്യയിലെ ബിഷപ്സ് പാലായ്ക്കുള്ളിൽ വരുന്നത് ഈ മകനെ തരുന്നതിന് നന്ദി പറയാനാണ്, എങ്കിലും ആ കൂട്ടത്തിൽ നല്ല ഭക്ഷണം കൂടെ കഴിക്കാനാണെന്ന് രാജ്യമാനങ്ങൾ പറയുന്നത്. അത്രമാത്രം അവരെയും അത് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു വലിയ സംവിധാനം നമുക്ക് വളർത്തണം, ചെറുതാക്കി കളയരുത്. നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കണം. മുറ്റത്തും വീടിന് അപകടം വരാത്ത രീതിയിൽ വൃക്ഷങ്ങൾ വെക്കണം. കുയിലും തത്തയും പൊന്മാനും പ്രാവുകളും ഇരട്ടവാനും മണ്ണാനും എല്ലാം കൂടി നടക്കട്ടെ നമ്മുടെ വീട്ടിൽ കൂടി വൃക്ഷത്തിലൂടെ. വീട്ടുമുറ്റത്തെ വൃക്ഷങ്ങളിൽ കയറി ഇറങ്ങി എക്സർസൈസ് ചെയ്യുന്നവരാണ് ഈ പറഞ്ഞ ജീവികളൊക്കെ. അതൊക്കെ നമുക്ക് കാണാനും അതിലൊക്കെ സന്തോഷിക്കാനും ഇനിയും നമുക്ക് അവസരം ഉണ്ടാകണം. നിങ്ങളുടെ ഈ പ്രവൃത്തി അതിനെല്ലാം വലിയൊരു പ്രചോദനമായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ, മിതവ്യയം പാലിക്കാൻ, നിങ്ങൾ എത്രയോ സമ്പന്നരായ ആളുകൾ ഈ കത്തോലിക്ക കോൺഗ്രസിലുണ്ട്. നിങ്ങളാരും പണം വെറുതെ കളയുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ നല്ല സമ്പന്നന്മാരാണ്. നിങ്ങളിത് സൂക്ഷിച്ച് ആവശ്യം വരുമ്പോൾ ആവശ്യക്കാരെ കൊടുക്കാനും എല്ലാം നിങ്ങൾ തയ്യാറ് കാണിക്കുന്നുണ്ട്, മനസ്സിലാണിക്കുന്നുണ്ട്. അത് നമുക്ക് ദൈവം തന്ന വലിയൊരു തുറവിയുടെ അടയാളമായിക്കൂടി ഞാൻ കരുതുകയാണ്. ഞാൻ ദിവസം ധരിക്കുന്നു. ഇങ്ങനെ ഇന്ന് ഇവിടെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഈ ഇലക്കടത്തോട്ട മത്സരം നടത്തി അതിൻ്റെ വിജയികളായവർക്ക് സമ്മാനം കൊടുക്കുന്ന ഒരു അവസരമാണിത്. ഇത് വളരെ വിലപ്പെട്ടതാണ്. നല്ലൊരു എനർജൈസറാണ്. ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊരു മൈനോറിറ്റി ആയിട്ട് നിൽക്കുമ്പോഴും ക്രിയേറ്റീവ് മൈനോറിറ്റി ആകാനുള്ള ഒരു മാർഗം ഈ അടുക്കള തോട്ടം തന്നെയാണ്. അതിന് വലിയ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസിന്, അതുപോലെ മാനുവൽ സാറുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അതിൻ്റെ ആളുകളാണെങ്കിലും ലീഡർഷിപ്പ് സഹജമായ ഒരു കാര്യമായിട്ടുള്ള അച്ഛനാണ് ജോർജ് വർഗീസ്. ഏത് കാര്യം വരുമ്പോഴും അത് പൊതുവായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് കണ്ടാൽ അച്ഛൻ എടുത്തിയാളും അതാണ് ഒരു ലീഡർഷിപ്പ്. ആ കൂട്ടത്തിൽ നിങ്ങൾ നന്നായിട്ട് കൂടുകയും അത്തരം കാഴ്ചപ്പാടുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് മൂല്യങ്ങൾ കൂടുതൽ കണ്ടെത്താനും സ്ഥിരതയോടുകൂടി മൂല്യങ്ങളിൽ കുറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കട്ടെ. മാനുവൽ സാറിനെയും മറ്റു ടീമങ്ങളെയും എല്ലാം ഞാൻ അദ്ദേഹത്തിൽ സൂക്ഷിക്കുന്നു. ഈ പരീക്ഷയോട് ഇതുപോലുള്ള ആവശ്യങ്ങൾ വിട്ടുതരുന്ന
വിചാരിച്ചിനെ ഞാൻ ദൈവമായി ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിശാല ഹൃദയം അല്ലെ നമ്മൾ ഈ നല്ല വെയിലത്ത് എവിടെയെങ്കിലും വീണ്ടും ഇരിക്കേണ്ടി വന്നതിന് നമുക്കൊരനുഗ്രഹമാണ് ഈ അച്ഛനും ഈ ഓഡിറ്റോറിയമെല്ലാം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അൽഫോൻസ് സ്വാമിയോട് പ്രാർത്ഥന യാചിച്ചുകൊണ്ട് ഈ വലിയ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി